1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ഞാൻ മഹാലക്ഷ്മിക്ക് വേണ്ടി വാങ്ങിയ സാരിയാ. അവന്മാരോട് മോർച്ചറിയിൽ നിന്ന് ഒരു ബോഡി കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ഒരു പെൺകുട്ടിയുടെ ബോഡി. മഹാലക്ഷ്മി ഉടുത്തിരിക്കുന്ന സാരി കൊണ്ട് വേണം ആ ബോഡിയെ ഉടുപ്പിക്കാൻ. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടാവും. നമ്മള് ഇനി ചില കളികൾ കളിക്കാൻ പോവാ. മഹാലക്ഷ്മിയും കണ്ണൻ സാറിനെയും നിങ്ങളുടെ ശത്രുക്കള് ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് മനസ്സിലായി. ആ നിലയ്ക്ക് ഇനി നമ്മളും ഒരുമ്പിട്ടിറങ്ങിയേ പറ്റൂ. അതിനുവേണ്ടി മഹാലക്ഷ്മി സഹകരിക്കണം. കണ്ണൻ സാറിനോട് കാര്യങ്ങൾ പറയുമ്പോൾ സാറിനെല്ലാം മനസ്സിലാവും. സാറ് നമ്മുടെ കൂടെ നിൽക്കും. അവരെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 3 എണ്ണത്തിന്റെ ശരീരം ചതഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ 3 എണ്ണവും ഇപ്പൊ മനുഷ്യ ബോംബാ. അതുകൊണ്ട് അവന്മാരുടെ ഒരു നമ്പറും ഇനി നടക്കില്ല. സുരേഷേട്ടൻ കാർ ഇങ്ങോട്ട് തിരിച്ചുവിട്ടപ്പോ ഞാൻ ആകെ ഭയന്നു പോയി. പിന്നെ ദേഹത്തൊരു ടൈം ബോംബ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തീർന്നെന്ന് തന്നെയാ കരുതിയേ. എനിക്കെന്ത് സംഭവിച്ചാലും ആ പാവത്തിനൊന്നും സംഭവിക്കരുതെന്നായിരുന്നു അപ്പോഴെന്റെ ചിന്ത. ഇവിടെ വന്നപ്പോഴും അവന്മാരോട് അത് തന്നെയാണല്ലോ പറഞ്ഞത്. അയാളെ വെറുതെ വിട്ടേക്കാൻ. മറ്റുള്ളവരുടെ ജീവന് പ്രാധാന്യം കൽപ്പിക്കുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റും. ഞാനും അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തില്. എനിക്കെന്ത് സംഭവിച്ചാലും എന്നെ വിശ്വസിച്ചവർക്ക്, സ്നേഹിച്ചവർക്ക് ഒന്നും പറ്റാൻ പാടില്ല. അപ്പോഴേ വേഗം ഡ്രസ് മാറിക്കേ. മാർക്കോ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. മഹാലക്ഷ്മിയുടെ മരണം ആഗ്രഹിച്ചവര് സന്തോഷിക്കട്ടെ. കൊട്ടേഷൻ ഏറ്റെടുത്തവന്മാരെ കൊണ്ട് തന്നെ ഇനി ഞാൻ പറയേണ്ടത് പറയിപ്പിച്ചോളാം. ഇപ്പോ ആ ചിത കത്തി എരിഞ്ഞ് തീർന്നിട്ടുണ്ടാവും. അവിടുത്തെ രംഗങ്ങള് മഹാലക്ഷ്മിക്ക് കാണണ്ടേ? നോക്ക്.